ഹായ് ഫ്രണ്ട്സ്, ഈ വധൂവരന്മാർക്ക് ഇടുന്ന ഹാരം ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഫ്രഷ് ഫ്ലവറിൽ ഒരു ഹാരം ഉണ്ടാക്കുന്നത്. അതാണ് ഇത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗം ഒന്ന് കണ്ടാലോ. ഞാൻ കുറച്ച് ജിപ്സം പൂക്കൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ആവശ്യപ്പെട്ട നിറത്തിൽ വേണം ചെയ്ത് കൊടുക്കാൻ. എനിക്ക് റോസാപ്പൂ ആ കളറിൽ കിട്ടിയില്ല. അത് കാരണം ഞാൻ ജിപ്സം പൂവിന് കുറച്ച് സ്പ്രേ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ, അവർ പറഞ്ഞ നിറത്തിൻ്റെ. സാധാരണ എല്ലാവരും റോസാപ്പൂവിന് കസ്റ്റമർ പറയുന്ന നിറവും പിന്നെ ജിപ്സം പൂ വൈറ്റായിട്ട് തന്നെയാണ് വെക്കാറുള്ളത്. അപ്പം ഞാൻ ഓർത്തു ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം, ചിലപ്പം ക്യൂട്ടായിട്ട് വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി നന്നായിട്ടുണ്ടെന്ന് ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് രാത്രി നല്ല തണുപ്പും ഉണ്ടായിരുന്നു, എനിക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ ചേട്ടൻ്റെ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടിട്ട് ചെയ്തതാണ് ഈ വർക്ക്. ഈ വർക്ക് ഞാൻ ഏറ്റെടുത്തപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, എങ്ങനെ ഇത് ചെയ്യണ്ടേന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു ധൈര്യത്തിന് ഞാനത് ഏറ്റെടുത്തു. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ട്രൈ ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ലെന്നേ. ഇത് ഇച്ചിരി പിന്നെ കഷ്ടപ്പാടുണ്ടാവും, ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്കത് ഈസി ആയിട്ട് തന്നെ തോന്നും. ഞാനിങ്ങനെ വൈറ്റ് റോസാപ്പൂക്കൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഞാൻ നൂലി കോർത്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ ജിപ്സം പൂക്കളും കെട്ടി വെച്ചിട്ടുണ്ട് ഞാനവിടെ. അതുകൂടെ ഇതിൻ്റെ മിഡിൽ ഓരോ റോസാപ്പൂവിൻ്റെയും ഇടയിലായിട്ട് ഇതൊന്ന് കോർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ ഇത് ചെറുതാണ്, ഈസിയാണെന്നൊക്കെ തോന്നിയാലും നമ്മൾ 2 ഹാരം ചെയ്ത് തീരുമ്പോൾ ഏകദേശം 7-8 മണിക്കൂർ എടുക്കും കേട്ടോ. അത് എനിക്കിവിടെ എല്ലാവരും ഹെൽപ്പ് ചെയ്ത് തന്നായിരുന്നു, ഈ പൂക്കൾ കട്ട് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ. എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഹാരം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഈ കളർ എന്താ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈഡിൻ്റെ സാരിയുടെ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ഷെയ്ഡിൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരാനൊന്ന് ഓർക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.